വൈ ഡു വി നീഡ് ചിൽഡ്രൻ? അതെ, ഇന്നത്തെ വീഡിയോ ഈ ഒരു വിഷയമാണ്. എന്തിനാണ് നമുക്ക് കുട്ടികൾ എന്ന്. എനിക്കറിയാം ഈ ടോപ്പിക് ഇച്ചിരി സെൻസിറ്റീവ് ആണ്. കുറച്ച് എന്താ പറയുക, നമ്മുടെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ ഒക്കെ നമ്മൾ കടന്നു പോകാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഈ ഒരു വിഷയത്തിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് സമയം എടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയും അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തപ്പോൾ അത് തീർച്ചയായും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തണം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം തീർച്ചയായും ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഒപ്പീനിയൻസ് അല്ല, എൻ്റെ സ്റ്റഡീസിൽ നിന്നും അല്ലെങ്കിൽ റിസർച്ചിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ്. ഇതിന്റെ അവസാനം തീർച്ചയായും എന്തിനാണ് കുട്ടികൾ എന്നുള്ളതിന് എൻ്റെ ഒരു ഒപ്പീനിയനും ഞാൻ രേഖപ്പെടുത്തുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും കുട്ടികൾ എന്തിനാണ് ജനിക്കുന്നത്? നമുക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടാണോ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നുള്ള പേടി കൊണ്ടാണോ? ഇനി ഇതും അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ധർമ്മം എന്ന് പറയുന്നത് സന്താനവൽക്കരണമാണ്, അല്ലെങ്കിൽ കുടുംബം ഉണ്ടാക്കലാണ് എന്നുള്ള ആ ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ടാണോ? ഇനിയും കുട്ടികൾ ഉണ്ടാവേണ്ടത് എന്തിനാണ് എന്നുള്ളത് തന്നെ ഒരു വലിയ ചോദ്യമായിട്ട് ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും കുട്ടികളെ മനുഷ്യർ ആഗ്രഹിക്കുന്നതിന്റെ പിന്നിൽ അടിസ്ഥാനപരമായിട്ട് ചില റീസൺസ് ഉണ്ട്. ഈ റീസൺസ് ഒന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കണക്ഷൻ ആൻഡ് അറ്റാച്ച്മെന്റ് ആണ്. അതായത് മനുഷ്യർ ഒരു സാമൂഹ്യ ജീവിയാണ്. നമുക്ക് വേണ്ടത് തീവ്രമായിട്ടുള്ള കണക്ഷനാണ്. കുട്ടികൾക്കൂടെ നമുക്ക് തീവ്രമായിട്ടുള്ള കണക്ഷൻ കിട്ടുന്നു. അത് മറ്റാരിൽ നിന്ന് നമുക്ക് കിട്ടാൻ സാധിക്കില്ല എന്നുള്ളൊരു വിശ്വാസമാണ് ഒരു റീസൺ കുട്ടി ഉണ്ടാവുന്നതിന്. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ഐഡന്റിറ്റിയാണ്. അതായത് അമ്മ അച്ഛൻ എന്നുള്ള ആ വിളി കേൾക്കുമ്പോൾ പല ആളുകളും വിശ്വസിക്കുന്നു അത് നമ്മളെ പൂർണ്ണമാക്കുന്നു, അല്ലെങ്കിൽ അത് നമ്മളെ കംപ്ലീറ്റ്നെസ് തരുന്നു എന്നുള്ളത്. അത് മറ്റൊരു റീസൺ ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മീനിങ് ആൻഡ് പർപ്പസ്. പല ആളുകൾക്കും വിചാരിക്കുന്നത് ഞാനൊരു അമ്മയാവുമ്പം അല്ലെങ്കിൽ ഞാനൊരു അച്ഛനാവുമ്പോഴാണ്, അല്ലെങ്കിൽ എനിക്കൊരു കുട്ടി ഉണ്ടാവുന്നതാണ് എൻ്റെ മീനിങ്, എൻ്റെ ലൈഫ് ഒരു മീനിങ് ഫുൾ ആവുന്നത്, ഒരു പർപ്പസ് ആവുന്നത്, ഒരു പാരന്റ് ആവുമ്പോഴാണ് അതിനൊരു അർത്ഥം ഉണ്ടാവുന്നത് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതും ഒരു റീസണാണ് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റിയാണ്. ഞാൻ എൻ്റെ രക്തം, എൻ്റെ ബന്ധം, അല്ലെങ്കിൽ എൻ്റെ കണ്ണി ഇനിയും ഈ ഭൂമിയിൽ വളരണം, എൻ്റെ ജനറേഷൻ തുടരണം എന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു ഫീലിംഗ്, അതിനെയും വൺ ഓഫ് ദ റീസൺസ് ആണ് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അടുത്തൊരു കാര്യം, ഏറ്റവും അവസാനത്തെ എന്ന് പറയുന്നത് ഹീലിംഗ് ആണ്. അതായത് എനിക്ക് ലഭിക്കാത്ത കാര്യങ്ങൾ എൻ്റെ കുട്ടിയിൽ കൂടെ ഞാൻ നേടും, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയിൽ കൂടെ അതെല്ലാം നേടാൻ പറ്റണം എന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു ഫീലിംഗിൽ കൂടെയും കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു റീസൺ ഉണ്ടാവുന്നുണ്ട്. ഇനി ഈ കാര്യങ്ങളെല്ലാം റിയലാണ്, ഇതെല്ലാം മനുഷ്യ സഹജവുമാണ്. എന്നാൽ ഇതിലൊന്നും പെടാത്ത എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ലെയർ കൂടി ഉണ്ട്. നമ്മുടെ സൊസൈറ്റി സോഷ്യലി ആൻഡ് കൾച്ചറലി നമ്മളെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന, സൊസൈറ്റി കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്ത ആ ഒരു ബിലീഫ്. അതായത് കുട്ടി ഇല്ലെങ്കിൽ കുടുംബമില്ല, കുട്ടി ഇല്ലാത്തത് കുടുംബമല്ല. അതുപോലെ തന്നെ കുട്ടി ഇല്ല എന്നുള്ളത് നമ്മുടെ ലൈഫിലെ എംപ്റ്റി ആയിട്ടുള്ള കാര്യമാണ്, മീനിങ്ലെസ് ആണ്. ഒരു സ്ത്രീ എന്ന് പറയുന്നത് അമ്മയല്ലെങ്കിൽ അവൾ പൂർണ്ണയാവുന്നില്ല. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുട്ടി ഇല്ലെങ്കിൽ നമ്മൾ വലുതാകുമ്പോൾ, നമ്മൾ ഓൾഡ് ഏജിലാകുമ്പോഴേക്കും നമ്മളെ ആര് നോക്കും? എന്നാൽ ഇവിടെയാണ് ശരിക്കും നമുക്ക് അത്ര കേട്ടുകേൾവി ഇല്ലാത്തതും, എന്നാൽ ലോകത്തിലെ പല സ്ഥലങ്ങളിലും ഇതിനെപ്പറ്റി നല്ല രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു ഫിലോസഫി വരുന്നത്. അതിന്റെ പേരാണ് ആന്റി നേറ്റലിസം എന്ന് പറയുന്നത്. പ്രശസ്തനായിട്ടുള്ള ഫിലോസഫർ ഡേവിഡ് ബെനറ്റർ അദ്ദേഹത്തിന്റെ ബെറ്റർ നെവർ ടു ഹാവ് ബീൻ എന്ന് പറഞ്ഞൊരു ബുക്കിലാണ് ഇതിനെപ്പറ്റി സംവാദിച്ചിരിക്കുന്നത്. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഫിലോസഫി വിശ്വസിക്കുന്നത് നമ്മൾക്ക് ഒരു കുട്ടിയെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിക്കാനുള്ള മോറലായിട്ടുള്ള റൈറ്റ് ഇല്ല എന്നുള്ളതാണ്. അതിനായിട്ട് അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്ന കുറച്ച് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് കുട്ടിയുടെ സമ്മതം ചോദിച്ചിട്ടല്ല കുട്ടി ഈ ഭൂമിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. ഇതിൽ പറയുന്ന രണ്ടാമത്തെ ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ ലോകത്ത് ഉറപ്പുള്ളൊരു കാര്യമാണ്. എന്നാൽ സന്തോഷം എന്ന് പറയുന്നത് അത്ര ഉറപ്പ് നമുക്ക് പറയാൻ പറ്റാത്തൊരു കാര്യം. അപ്പൊ ഒരു കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിക്കാതെ ഇരിക്കുന്നതുകൂടെ ആ കുട്ടിയുടെ വരാനിരിക്കുന്ന പെയിനിനെ, ലോസിനെ ഒക്കെ തടയാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ജനിക്കാതിരിക്കുന്നു അല്ലെ നല്ലത് എന്നാണ് അവർ പറയുന്ന അടുത്ത ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഇനി അവരുടെ മൂന്നാമത്തെ ആർഗ്യുമെന്റ് എന്താന്ന് വെച്ചാൽ
സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റ് റിയാലിറ്റിയാണ്. അതായത് നമ്മുടെ സമൂഹം, നമ്മുടെ ലോകം ഭയങ്കര സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. വാറുകൾ വരുന്നു, പാൻഡമിക്സ് വരുന്നു. അവർക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇനി ഇവിടെ വളരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സ്പേസ് ഇല്ല. അതുകൊണ്ട് കുട്ടികൾ ജനിക്കാതിരിക്കുന്നതല്ലേ നല്ലതെന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു ആർഗ്യുമെന്റ്സിനെ പറ്റി ലോകത്തിലെമ്പാടും ഒരുപാട് റിയാക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് ഡിബേറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ആന്റി നാറ്റലിസം എന്ന് പറയുന്നത് ഒരിക്കലും കുട്ടികളെ വെറുക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വെറുക്കുന്ന ആളുകൾ ഉണ്ടാക്കിയ ഒരു സംഭവമല്ല, മറിച്ച് കുട്ടികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടിനെ അവരുടെ ഒരു അനുകമ്പ കാരണം ഉണ്ടാക്കിയ ഒരു ഫിലോസഫിയാണ് ആന്റി നാറ്റലിസം എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം കൂടെ ഈ കമന്റ് ബോക്സിൽ എന്തായാലും എഴുതുക. പിന്നെ എന്തിനാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ ആന്റി നാറ്റലിസം അല്ലെങ്കിൽ എന്തിനാണ് ഇത് ബ്രിങ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരിക്കലും എന്റെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ആരെയും പേടിപ്പിക്കാനല്ല, പക്ഷെ അതിന് മറിച്ച് ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, അതായത് ഇവര് സമ്പാദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രിങ് ചെയ്യുന്നത്. വൈ ഡു ഐ നീഡ് എ ചൈൽഡ് എന്ന് പറയുന്നത് അതിന്റെ ഗൗരവം ശരിക്കും ഒരു കുഞ്ഞിനെ ഈ ലോകത്തേക്ക് ബ്രിങ് ചെയ്യുമ്പോൾ നമ്മളൊരു വെറും കുട്ടിയെ മാത്രമല്ല ബ്രിങ് ചെയ്യുന്നത്, മറിച്ച് നമ്മൾ ബ്രിങ് ചെയ്യുന്നത് ഒരു മനുഷ്യനെയാണ്. ഈ ഭൂമിയിൽ അവൻ ജീവിച്ചു മരിക്കുന്നത് വരെ അവൻ കാണാൻ പോകുന്നതും കേൾക്കാൻ പോകുന്നതുമായിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രിപ്പ് ചെയ്യാനുള്ള മനസ്സുള്ള ഒരു മനുഷ്യനായിരിക്കണം ഒരു കുഞ്ഞിനെ ജനിപ്പിക്കേണ്ടത് എന്നുള്ള ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ബോധം സ്വയം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആന്റി നാറ്റലിസത്തിനെ പറ്റിയും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇനി ഇതിനെപ്പറ്റി എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും കുട്ടികൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ചോയ്സ് ആണ്. ഉറപ്പായിട്ടും എനിക്ക് വേണോ എനിക്ക് വേണ്ടേ എന്ന് തീർച്ചയായും ഞാൻ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അതിന് ഞാൻ നേരത്തെ പണ്ട് എൻ്റെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എൻ്റെ ബോഡിയാണ് അതിന് പ്രിപ്പാവേണ്ടത്, എൻ്റെ മനസ്സാണ് പ്രിപ്പാവേണ്ടത്, എൻ്റെ എൻവയോൺമെന്റ് ആണ് അതിന് വേണ്ടി പ്രിപ്പാവേണ്ടത്. അല്ലാതെ സൊസൈറ്റിയിൽ തരുന്ന ഒരു കാര്യങ്ങളും എൻ്റെ കണ്ടീഷനിങ് ചെയ്തു വെച്ചിരിക്കുന്നത്, പ്രോഗ്രാമിങ് ചെയ്തു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒന്നും തന്നെ ഒരു കാരണമാവരുത്. അത് ഒരു ബേസ് ആയിട്ടുള്ള കാര്യം കൊണ്ടായിരിക്കരുത് ഒരു കുട്ടി ഉണ്ടാവുന്നത് എന്ന് മാത്രമാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. വർഷങ്ങളോളമായിട്ട് കുട്ടികളുമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടികൾക്ക് നിങ്ങളുടെ പണമോ അല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യങ്ങളോ ഒന്നും തന്നെയല്ല അവർക്ക് വേണ്ടത്. അവർ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ടത് ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പാരന്റിനെയാണ്. ആ കുട്ടി ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ അതിനെ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കാനും അതിൻ്റെ കൂടെ നിൽക്കാനും വേണ്ട ഒരു പാരന്റിനെ മനസ്സിലാക്കാനും, ഇമോഷൻസിനെ അറിയാനും, ഫീലിങ്സിനെ മനസ്സിലാക്കാനും, കൂടെ നിന്ന് എന്താണ് അവരുടെ ജീവിതമെന്ന് കണ്ടുപഠിക്കാനും, അവര് നിങ്ങളെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനും കൂടെയാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. അതിനും കൂടെ നിങ്ങൾ വില്ലിങ് ആവണം. ഒരിക്കലും ഒരു കുട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹീലിങ്, നിങ്ങളുടെ ഇമോഷൻസിനെ അതൊന്നും മാറ്റാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടോ ഉണ്ടാവുന്ന ഒരു ആളല്ല. അതൊരു ഹ്യൂമൺ ആണ്. അതിന് വേറൊരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ജീവിതമുണ്ട്. അതൊരു ഇൻഷുറൻസ് പോളിസി അല്ല. നിങ്ങൾക്ക് ഓൾഡ് ഏജ് ആവുമ്പോൾ നിങ്ങളെ നോക്കാനുള്ള ഒരു ഇടമല്ല ഒരു കുഞ്ഞെന്ന് പറയുന്നത്. നിങ്ങൾക്ക് താങ്ങാവാനോ തണലാവാനോ ഉള്ള ആളല്ല നിങ്ങളുടെ കുട്ടി എന്ന് പറയുന്നത്. ഒരിക്കലും അവരെ കൗണ്ട് ചെയ്ത് എൻ്റെ കുട്ടിയായിരിക്കും എന്നെ നോക്കേണ്ടത്, അല്ലെങ്കിൽ കുട്ടി എന്ന് പറയുന്നത് എൻ്റെ കടമയാണ്, എൻ്റെ ബാധ്യതയാണ് എന്നും നിങ്ങൾ കരുതേണ്ട ആവശ്യമില്ല. ഈ ഒരു ചോദ്യമുണ്ടല്ലോ ഞാൻ നേരത്തെ ചോദിച്ചത്, വൈ ഡു ഐ നീഡ് എ ചൈൽഡ്, അപ്പം ഈ കാറ്റഗറി എല്ലാം മാറിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ആ ആൻസർ നിങ്ങൾക്ക് സാറ്റിസ്ഫൈങ് ആണെങ്കിലാണ് ഒരു കുട്ടി ഈ ഭൂമിയിലേക്ക് വരേണ്ട ആവശ്യമുള്ളത്. ഈ വിഷയത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. അതുപോലെ തന്നെ ഈ കമന്റ് ബോക്സിൽ എന്താണ് ഇതിൽ മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കുന്നത് ഇങ്ങനെ എന്തിനാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നും കൂടെ പറയുകയാണെങ്കിൽ എനിക്കും കാണാൻ പറ്റും. അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ശരി, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.